നാട്ടുകൾ വിഷന്റെ ന്യൂസ് എക്സ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക്. കപ്പ കൃഷിയിൽ കുമിൾ രോഗം, നാട്ടുപുറത്തെ കർഷകർ ദുരിതത്തിൽ. രോഗം ബാധിച്ച കപ്പ പിഴുതുമാറ്റൊരുങ്ങുകയാണ് കർഷകർ. വാർത്ത വിശദമായി. ലാഭകരമായിരുന്ന കപ്പ കൃഷിയിൽ കുമിൾ രോഗം വന്നതോടെ കർഷകർ ദുരിതത്തിലായി. മിക്ക കർഷകരും പാട്ടത്തിനടുത്താണ് കപ്പ കൃഷി ഇറക്കിയത്. ഉള്ളതിനാകട്ടെ വിലയും ലഭിക്കുന്നില്ല. മണ്ണാർക്കാട് താലൂക്കിൻ്റെ വിവിധ പഞ്ചായത്തിലെ കൃഷിഭവൻ പരിധിയിൽപ്പെട്ട കർഷകരാണ് കപ്പ കൃഷിയിൽ കുമിൾ രോഗം വന്നതോടെ ദുരിതത്തിലായത്. കർഷകർ രോഗം ബാധിച്ച കപ്പ പിഴുത് കളയുകയാണിപ്പോൾ. ഫ്യൂസേറിയം ഫംഗസ് ബാധ മൂലം കപ്പയുടെ ചുവടുഭാഗം ചീഞ്ഞ് അഴുകുന്ന രോഗാവസ്ഥയാണിത്. നൈട്രജൻ കൂടുതലുള്ള മണ്ണിനെയാണ് ഫ്യൂസേറിയം കുമിൾ കൂടുതൽ ബാധിക്കുന്നത്. നടീൽ വസ്തു, മണ്ണ്, വെള്ളം എന്നിവയിലൂടെയാണ് രോഗസംക്രമണം ഉണ്ടാകുന്നതെന്നാണ് ഇതിൽ പരിചയമുള്ളവർ പറയുന്നത്. പല കർഷകരും കപ്പ വിൽപ്പന നടത്തിയ ശേഷമാണ് രോഗബാധ അറിയുന്നത്. ഇതോടെ വാങ്ങിയ പണം തിരിച്ചു നൽകേണ്ട സ്ഥിതിയുമാണ്. കുറഞ്ഞ ചെലവിൽ കൃഷി സാധ്യമാക്കുമെന്നതിലാണ് കപ്പ കൃഷി തിരഞ്ഞെടുത്തതെന്ന് കർഷകനായ പിലാക്കൽ പ്രകാശൻ പറഞ്ഞു. പാടത്ത് നിരവധി വർഷങ്ങളായി കപ്പയും വാഴയും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കപ്പ കൃഷിയാണ്. അത് ഇപ്പോൾ ഈ വർഷം ഞങ്ങൾക്ക് ഒരു അസുഖം വന്ന് ഞങ്ങൾ കർഷകർ എല്ലാവരും വളരെ വിഷമത്തിലും കഷ്ടപ്പാടും അനുഭവിക്കുന്നതാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഇതൊരു ആശ്രയം ഞങ്ങൾക്ക് ഉള്ളൂ. ഞങ്ങൾ രാവും പകലും പണിയെടുത്ത് ആ മണ്ണിൽ നിന്ന് കിട്ടിയ അധ്വാനം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഒരാശ്രയം. ഇപ്പോൾ അതിനും ഇങ്ങനെ ഇത് പൂള കൊണ്ടുപോകുന്ന ആൾക്കാർ അത് കൊണ്ടുപോകാൻ മടിക്കുന്നൊരു സാഹചര്യം ആയിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ കാണുന്നത്. മരച്ചീനിയുടെ രോഗകാരണം ഇപ്പോഴും വ്യക്തമല്ല. ഫംഗസ് ആക്രമണം ഉൾപ്പെടെയുള്ള സംശയിക്കുന്നു. മണ്ണിൻ്റെ സ്വഭാവം ക്രമാതീതമായി മാറിയതും രോഗകാരണമായി പറയപ്പെടുന്നു. രാസവളം, കളനാശിനി തുടങ്ങിയവയുടെ ഉപയോഗം വർദ്ധിച്ചതോടെ മണ്ണിൻ്റെ ഘടന തന്നെ മാറി. കൂന കൂട്ടിമണ്ടുന്ന മരച്ചീനിയിലാണ് രോഗബാധ കൂടുതൽ ഉണ്ടാകുന്നത്. മണ്ണിന് 2-3 വർഷം വിശ്രമം നൽകണമെന്നും ശാസ്ത്രീയ പരിശോധന നടത്തണമെന്നും കൃഷി വകുപ്പും പറയുന്നു. വരുന്നത് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. കപ്പ മുകള് കണ്ടു കഴിഞ്ഞാൽ ഒരു കേടുമില്ല. പറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചീച്ചൽ വന്നിട്ട് നെൽപ്പാടങ്ങളിൽ കൃഷി ഇറക്കിയ കപ്പയ്ക്കാണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. കോഴിവളം ചേർത്ത് പാടശേഖരത്തിലാണ് കൂടുതലായും നാശം കണ്ടെത്തിയത്. ചെത്തല്ലൂർ, തെക്കുമുറി, അത്തിപ്പറ്റ, മുള്ളൂരി പാടശേഖരങ്ങളിലും പെരുമ്പാലപ്പാറ കുളത്തിനു സമീപത്തുള്ള പാടശേഖരങ്ങളിലും മാനഞ്ചേരിപ്പാടം നെൽപ്പാടങ്ങളിലുമാണ് കൂടുതലായും കപ്പ കൃഷിക്ക് നാശമുണ്ടായിട്ടുള്ളത്. തറി മൊത്തത്തിൽ അളിഞ്ഞ് നാശമായ, വെള്ളം നിന്ന് അളിഞ്ഞ് ചീഞ്ഞ പോലെയാണ് ഞങ്ങൾക്ക് വരുന്നത്. അത് കൃഷിഭവനായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ കൃഷിഭവൻകാർ പറയുന്നത് മണ്ണ് പരിശോധന നടത്തിയതിന് ശേഷം ഏതിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് പരിശോധിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇത് ഒക്കെ ഒരു 9 ഏക്കറോളം ഏകദേശം വരുന്ന ഇവിടെ സ്ഥലങ്ങളാണ്. അതിലെല്ലാവർക്കും ഉണ്ട് ഈ കംപ്ലൈൻറ്റ് പറയുന്നത്. അപ്പോൾ ഇത് പാട്ടം കൊടുക്കാൻ പോലും ഞങ്ങൾക്ക് കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് തുടർന്ന് വരുന്നത്. അതുകൊണ്ട് ആണ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾക്കൊരു പരിഭ്രമത്തിലാണ്.